യേശു ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു അത്ഭുത സാക്ഷ്യമാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എനിക്ക് 2010 ലാസ്റ്റ് ആയപ്പോ എന്റെ ത്രോട്ടിന് നല്ല വേദന ഉണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല വേദനയായിരുന്നു. വേദന സഹിക്കാൻ വയ്യാതെ അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടലും വരാൻ തുടങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ അവര് തൈറോയിഡിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. അതിനുള്ള മരുന്നും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒത്തിരി ഇതെല്ലാം ചെയ്തിട്ട് തന്നെ അതിനൊന്നും ഒരു മാറ്റവും വരുന്നില്ലായിരുന്നു. അങ്ങനെ തുടർന്ന് ജൂബിലി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ജൂബിലി ഹോസ്പിറ്റലില് വിശദമായ പരിശോധനയിൽ അവർ കണ്ടെത്തി അത് ത്രോട്ട് ക്യാൻസർ ആണെന്ന് കണ്ടെത്തി. അവർ അവിടെ നിന്ന് നേരെ RCCയിലേക്ക് എന്നെ റെഫർ ചെയ്തു. അവിടെ RCCയിലേക്ക് പോയപ്പോ അവിടെ രജനീഷ് ഡോക്ടറാണ് എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തത്. അപ്പൊ ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും നടത്തി എല്ലാം ചെയ്ത ശേഷം എന്നോട് പറഞ്ഞു ഇതിന്റെ തുടർന്നുള്ള 16 കീമോ ചെയ്യണം. അതായത് ഈ ഒത്തിരി നാള് കഴിഞ്ഞു പോയത് കൊണ്ട് അത് 3rd സ്റ്റേജ് കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇനി 16 കീമോ ചെയ്തിട്ട് ബാക്കി എന്താന്നുള്ളത് നമുക്ക് പിന്നെ പറയാം എന്ന് പറഞ്ഞു. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭവനത്തിന്റെ പണി തുടങ്ങാനായിട്ട് ഞങ്ങൾ ഫൗണ്ടേഷൻ കെട്ടിയിട്ടിരിക്കുമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലോൺ എടുത്ത ക്യാഷ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഉടൻ തന്നെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. ഈ കാശ് മുഴുവൻ തന്നെ എന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവാക്കുമായിരുന്നു. ഇത് ചെലവാക്കിയിട്ടും തന്നെ ഇതിനൊന്നും യാതൊരു മാറ്റവും വരുന്നില്ല. അത് മാത്രമല്ല, ഈ കാശ് തികയാതെ വന്നതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒത്തിരി പേരുടെ പലിശയ്ക്കും പിരിവും ഒക്കെ എടുത്ത് കടം വാങ്ങിച്ച് ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. 2 കീമോ കഴിഞ്ഞു. ആ 2 കീമോ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, കാരണം ഞങ്ങൾ സഹായിക്കാൻ ആരുമില്ല. അപ്പൊ ആ അവസ്ഥയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങൾക്ക് ആരുമില്ല. സിസ്റ്ററെ, ആ സമയം എന്ന് പറഞ്ഞാല് നിങ്ങള് വീട് പണിയാൻ വേണ്ടി പൈസയൊക്കെ സ്വരൂപിച്ചു വെച്ചിരുന്ന സമയമാണ്. ഇന്ന് ഇത് നിങ്ങൾ പറയുമ്പം ഞാനിതിന്റെ ഇടയിൽ കയറിയത്, അനേകര് ഇതേ സാഹചര്യത്തിൽ പോകുന്നുണ്ട്. എങ്ങനെയാ ഇനി ജീവിതം മുമ്പോട്ട്? പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച പൈസ ഇപ്പോൾ മെഡിക്കൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ അത് ഉപയോഗിച്ചു. ഇനി എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഇവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ കർത്താവ് ഉണ്ടെങ്കിൽ അത്ഭുത വഴിയുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട സിസ്റ്ററെ. അങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് ഉള്ളത് മുഴുവൻ അതിനുവേണ്ടി മുടക്കേണ്ടിയൊക്കെ വന്നു. കയ്യിൽ വീട് പണി നിന്നുപോയി, അല്ലെ? വീട് പണിയൊക്കെ അവിടെ സമയത്ത് നിന്നുപോയി, വളരെ ഭാരത്തിലായിപ്പോയി. അതിനുശേഷം സിസ്റ്റർ തന്നെ പറഞ്ഞു ബാക്കി. ആ അവസ്ഥയിൽ, കാരണം ഞങ്ങളുടെ വീട്ടിലെ ഏക വരുമാന മാർഗം എന്ന് പറയുന്നത് ഹസ്ബൻഡാണ്. അപ്പൊ ഹസ്ബൻഡിന് കാലിൽ വെരിക്കോസ് വെയിൻ എന്ന പ്രശ്നം വരികയും അത് വളരെ കൂടുതലാകുകയും കാല് പൊട്ടാൻ തുടങ്ങി. ആ പൊട്ടാൻ തുടങ്ങിയ സമയത്ത്, കാരണം ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ആകെയുള്ള ഒരു വരുമാന മാർഗം അതാ. ഒത്തിരി പേർക്ക് കടം വാങ്ങിച്ചതിന്റെ പലിശ കൊടുക്കാനുണ്ട്, പിരിവ് കൊടുക്കാനുണ്ട്. അത് പോയിട്ട് എന്റെ ട്രീറ്റ്മെന്റ് നടക്കണം. ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണോ ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഞങ്ങളുടെ മുന്നിൽ ഒരു മാർഗമില്ല, ഞങ്ങളെ സഹായിക്കാനോ ആരുമില്ല. ഞങ്ങൾ ആകെ വലിയൊരു ഭാരത്തില് എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ. സമീഷ് ബാറെ, ആ സമയത്ത് സമീഷ് ബാറിന് അങ്ങനെ ഈ വെരിക്കോസ് വെയിന്റെ ബുദ്ധിമുട്ട് അതിന് മുമ്പ് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ബ്രദറിന്റെ അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സമീഷ് ബാർ തന്നെ ഒന്ന് ഷെയർ ചെയ്യാം. ബ്രദറെ, ഞാൻ ഒരു 15 വയസ്സായപ്പോഴത്തേക്കും ജോലിക്ക് ഇറങ്ങാം. ഹോട്ടലിലാണ് ഞാൻ ജോലിക്ക് ഇറങ്ങിയത്. അപ്പൊ ആ ചെറുപ്പത്തിൽ നിന്ന് ജോലി ചെയ്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായതാണ്. അപ്പൊ 2012 അപ്പൊ അതൊരു കുറച്ച് വർഷം കാലിന് തടിച്ച് കിടപ്പുണ്ട്. പക്ഷെ അത്ര സീരിയസ് ആക്കിയില്ല അതിനെ. പക്ഷെ 2012 ആയപ്പോഴത്തേക്ക് ഇത് സീരിയസ് ആയി കാലിന്. കാല് ഒരു നമ്മളെ നല്ല വെയിൻ നല്ല പിടച്ച് കിടക്കണം. കാല് മൊത്തം വെയിൻ പിടച്ചത് 2 കാലിന്. ഒരു ദിവസം ഞാൻ ഹോട്ടലിൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ, ഞാൻ കുക്കാണ്, അപ്പൊ നിങ്ങൾ വർക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് കാലിന് ഭയങ്കര വേദന. അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണം. എന്റെ കാലിന് ഭയങ്കര വേദനയാണ്, ഞരമ്പ് ഭയങ്കര വേദനയാന്ന് പറഞ്ഞു. 10 ഞരമ്പ് ഇങ്ങനെ തടിച്ച് പൊങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഭയങ്കര അതിഭാരമായ വേദന എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വൈകിട്ട് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. അവർ ഞങ്ങളുടെ ഈ ഫൗണ്ടേഷൻ ഇട്ട് തൊട്ട് ഷെഡ് വെച്ചാണ് താമസിക്കുന്നത്. ആ ഷെഡിന്റെ അതൊരു വൈകിട്ട് ഡ്രസ് മാറാണ്ട് പോയി. ആ സമയം ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ കാലിന്റെ 10 ഒരു വെയിൻ കട്ടായി പോയി. അത് കട്ടായി പോയപ്പോഴത്തേക്കും നമ്മളിപ്പോ ഒരു നല്ല പ്രഷറിൽ വെള്ളം വരുന്ന റോസിന് എങ്ങനെയായിരിക്കും വെള്ളം ചെറിയ ഹോളിൽ വെള്ളം ചീറ്റുന്നത്, അതിനേക്കാളും പ്രഷറിലാണ് ബ്ലഡ് ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഭയപ്പെട്ടു പോയി. വൈഫിനെ ഇറങ്ങിയപ്പോൾ ഞാൻ നിൽക്കുന്ന സമയത്ത് 1.5 മീറ്റർ ഞങ്ങൾ ഷെഡ് ഇരിക്കുന്നത്. ആ ഷെഡിലേക്ക് ബ്ലഡ് ഒഴി ചെന്നിട്ടായി. വേഗം കാലിൽ പൊട്ടി പെട്ടെന്ന് ഭയപ്പെട്ടു പോയി. ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചു. ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് ചിലപ്പോൾ ദയനീയമായിട്ടൊരു അവസ്ഥ അറിയുന്നത്, ഈ കാല് മരവിപ്പിക്കാതെ ഈ ഞരമ്പ് വലിച്ചവർക്ക് വെളിയിലിറക്കി കുത്തിക്കെട്ടി. അതായത് ഒരു ഊതി പിടിച്ച ബലൂണ് നമ്മൾ വായ മൂടി കെട്ടുന്ന അതുപോലെ അതിനെ കെട്ടി തിരിച്ചിനെ കുത്തി അതിന്റെ അകത്തോട്ട് ഇറക്കണം. വേറെ അത് കേട്ടപ്പോൾ തന്നെ പകുതി ജീവൻ അവിടെ വെച്ച് തന്നെ എനിക്ക് പോയി. അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഡോക്ടറിനെ അഡ്മിറ്റ് ആക്കി. ഡോക്ടറിനെ ഒരു പ്ലെയർ പോലത്തെ ഒരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഞരമ്പിനെ വലിച്ച് വെളിയിലേക്ക് ഇറക്കി. 2 ഞരമ്പ് വലിച്ച് വെളിയിറക്കിയിട്ട് ഇതിനെ കൂട്ടിക്കെട്ടിയിട്ട് തിരിച്ചിനെ കുത്തി അകത്തോട്ട് കയറ്റി റെസ്റ്റ് ചെയ്ത് വീട്ടിലയച്ചു ശേഷം ഒരു ദിവസം റെസ്റ്റ് എടുത്ത്. എനിക്ക് ജോലിക്ക് പോയിരിക്കാൻ പറ്റത്തില്ല. 2 കാര്യം നടക്കണം. ഭവനത്തിന്റെ പണി 1, 2 ട്രീറ്റ്മെന്റ് വൈഫിന്റെ.
ജോലിക്ക് എനിക്ക് പോയാൽ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ ജോലിക്ക് പോയി. പക്ഷേ ഈ പൊട്ട് തുടർക്കഥ പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. 2 മാസത്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് 2 മാസം ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് 2-3 പ്രാവശ്യം പൊട്ട് വേണം. പൊട്ട ഒരു ദിവസം ഞാൻ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ കാലിൽ വെയിൻ പൊട്ടി കിച്ചനകത്ത് മൊത്തം ബ്ലഡ് തളം കിട്ടി. അപ്പൊ എല്ലാവരും ഭയപ്പെട്ടു. ഞാൻ പെട്ടെന്ന് താഴെ റൂമുണ്ട് ഞങ്ങൾക്ക്. ആ റൂമിലേക്ക് പോയി. ആ റൂമിൽ ചെന്ന് ഞാൻ തല കുത്താൻ കിടന്നു. അവരെ വൈഫ് ഒരു ഓട്ടയം പിടിച്ചുകൊണ്ട് ഹോട്ടലിൽ വരണം, ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ തല കുത്തി 1.5 മണിക്കൂർ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ അത്ഭുതം പറഞ്ഞ രീതിയിലാണ് ആ ബ്ലഡ് അങ്ങ് നിന്ന്. അന്ന് തൊട്ട് ഞാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. അതായത് ഞാൻ ഈ കുത്തിക്കെട്ടോണ്ട് ഹോസ്പിറ്റലിൽ കാല് ഭയങ്കര വേദന എനിക്ക് ഈ കുത്തിക്കെട്ടുന്ന സമയത്ത്. അന്ന് തൊട്ട് പൊട്ടിക്കെട്ടുന്ന തല കുത്തിയാൻ കിടന്നു. തല കുത്താൻ കുറച്ച് ഒരു 1.5 മണിക്കൂർ ഈ ബ്ലഡ് അങ്ങ് നിൽക്കും. അങ്ങനെ സ്വന്തം ട്രീറ്റ്മെന്റ് ആയത്. അതായത് ബ്രദറ് നേരത്തെ ട്രീറ്റ്മെന്റിന് പോയ ആ ഒരു വിഷയം അകത്ത് ഉള്ളത് കൊണ്ട് ഇങ്ങനെ അന്നത്തെ ആദ്യം ചെയ്യുമ്പം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ബ്രദർ ഓർത്ത് ഇനി ഇങ്ങനെ കാലിങ്ങനെ പൊക്കി വെച്ചാൽ മതി മുകളിലോട്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോഴത്തേന് അവിടെ ബ്ലഡ് നിന്നു. തുടർന്ന് ഈ ട്രീറ്റ്മെന്റ് സ്വന്തമായിട്ട് ഒരു ചികിത്സ ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ അങ്ങ് ചെയ്യാൻ തുടങ്ങിയല്ലേ? സ്വന്തം ചെയ്ത ചില പ്രശ്നം അണുബാധയായിട്ട് മാറി. സ്വന്തം ട്രീറ്റ്മെന്റ് ആയപ്പോഴത്തേക്കും അതിന് വെരിക്കോസ് അൾസർ എന്ന അസുഖത്തിലേക്ക് അത് മാറുകയായിരുന്നു. അത് എന്റെ കാലിൽ നിന്ന് മാംസം അടന്നു പോകുന്ന രീതിയിൽ വലിയ വ്രണമായിട്ട് മാറിയത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് എന്റെ പാൻറ് ഊരിയ സമയത്ത് ഒരു ദിവസം ദശ അവിടെ നടന്നു പോയി. ഈ ചെതർപ്പൂറ്റ് അടന്നു പോകുന്നവർക്ക് കടന്നു പോയത്. അപ്പോഴത്തെ അതിന് പഴുപ്പും ഭയങ്കര ബ്ലഡും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ വലിയ റെസ്റ്റോറന്റിൽ മെഡിക്കൽ കോളേജിൽ ഒരുപാട് ഡോക്ടർമാർ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവരെ ഞാൻ എന്റെ കാല് കാഴ്ച അവർ പറഞ്ഞത് അവരത് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാവി പോലും ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ട്. കാര്യം എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ ഒരുപാട് പേരുടെ കാലിൽ ഇത് വന്ന് ഓപ്പറേഷൻ ചെയ്ത് സക്സസ് ആകാൻ നിൽക്കുന്നുണ്ട്. അവരുടെ കാലിൽ എപ്പോഴും വ്രണത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും കെട്ട അവരുടെ കാലിലുണ്ട്. അതൊക്കെ അതും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമില്ലായിരുന്നു. പക്ഷെ അത് പിന്നീട് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഓപ്പറേഷൻ സംബന്ധിച്ച് ഞാൻ കയറുന്നേ ഇല്ല. അവിടുന്ന് വീട്ടിൽ വന്ന് വേറെ അധികം നാൾ പോയില്ല. അതിന് മുമ്പായിട്ട് തന്നെ ഈ കാല് പൂർണ്ണമായിട്ട് ഈ ദശ നടന്നു പോകാൻ തുടങ്ങിയിട്ട്. അതായത് എന്റെ പത്തിപ്പുറത്തുനിന്ന് ഞാൻ 2 വിരലിട്ട് കഴിഞ്ഞാൽ അതിപ്പുറത്ത് ഇറങ്ങി. ആ രീതിയിലേക്കാണ് എന്റെ കാല് മാറുന്നത്. കണ്ണാരവിടെ നിന്ന് വിരലിട്ട് കഴിഞ്ഞാൽ അത് തൊട്ടിപ്പുറത്ത് ഇറങ്ങി. ഇത് സംഭവിക്കുമ്പോൾ ബ്രദറിന് ഏകദേശം എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്ക് ഏകദേശം ഒരു 25 വയസ്സ്. 25-26 വയസ്സുള്ള സമയത്ത് കാലേ കൂടെ പത്തിയുടെ അവിടെ കൈയിട്ടാൽ ഓപ്പോസിറ്റ് സൈഡിൽ വിരലിറങ്ങി വരുമെന്ന് പറയുമ്പം അതിന്റെ ആ ഭീകരമായ ഒരു അവസ്ഥ അത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം അത്രയ്ക്കും തകർന്നിരുന്ന ഒരു അവസ്ഥ. അപ്പൊ തന്നെ സഹോദരി ട്രീറ്റ്മെന്റിലാണ്. ത്രോട്ട് ക്യാൻസർ വന്ന് ഇത് രണ്ടും നിങ്ങളുടെ ഭവനത്തിൽ ഒരുപോലെ വീട് പണിയും മുടങ്ങിപ്പോയി, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നു. ഇങ്ങനെ വളരെ പ്രയാസത്തിൽ നിങ്ങൾ കടന്നു പോവുകയായിരുന്നു അല്ലെ? ബാക്കിയും കൂടെ പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും അത് മെഡിക്കൽ സമത് ഡോക്ടറാണ് എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഡോക്ടറെ കൊണ്ട് അവസാനമായിട്ട് എനിക്ക് കാല് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എനിക്ക് വന്നു. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, സാറേ ഇനി ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനില്ല, ഈ കാല് മുറിച്ചു മാറ്റുക മാത്രമേ ഉള്ളൂ. അതായത് വലത്തെ കാല് മുട്ട താഴെ വെച്ച് മുറിച്ചു മാറ്റുകയല്ല, മറ്റൊരു ട്രീറ്റ്മെന്റ് മെഡിക്കൽ സയൻസിന് മുന്നിൽ ഇല്ലാന്ന് പറഞ്ഞു. അവിടുന്ന് ഭയങ്കര ഭാരപ്പെട്ട് വീട്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങളുടെ മുന്നിൽ എന്റെ കാല് പോകും. പിന്നെ ജോലിക്ക് എനിക്ക് പറ്റുന്നത് എന്റെ വൈഫിന് അവസ്ഥയില്ല. ഒന്നാമത്തെ കാര്യം ഡോക്ടർ പറഞ്ഞത് ഇനി മുന്നോട്ട് പോയാൽ തന്നെ നിന്നോട്ടുള്ള ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഇരുന്നോട്ടിൽ എന്തെങ്കിലും ജോലി സാധാരണ ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ കേട്ട് ഭയങ്കര ഭാരങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന ശേഷം ഞാൻ പറഞ്ഞു, ശിവ നമ്മൾ ഇനി മറ്റൊരു കാര്യം ഇനി നടക്കാൻ വേണ്ടി പോകുന്നില്ല. ആത്മഹത്യ അല്ലാതെ മറ്റൊരു കാര്യം, കടത്തിന്മേൽ കടം, കാല് പോകുന്നു, എനിക്ക് ക്യാൻസർ, ഇതെല്ലാം നമ്മള് അതായത് ജീവൻ തകർന്നു പോയി. അവിടെ വെച്ച് ഞങ്ങൾ ജീവൻ തകരുവാണ്. അവിടുന്ന് എന്റെ കാലുകൊണ്ട് ഞാൻ സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും എന്റെ പ്രാഥമിക ബാത്റൂമിൽ പോലും പോകാൻ വേണ്ടി ഞാൻ കയ്യേൽ നടന്നാണ് ബാത്റൂമിൽ പോകുന്നത്. ആ അവസ്ഥയിലേക്ക് എന്റെ കാല് മാറി. പിന്നീടൊന്നുമില്ല. ആ സമയത്താണ് കയ്യേൽ എന്ന് പറഞ്ഞാല് കയ്യെ ഇഴഞ്ഞിഴഞ്ഞ് നിലത്ത് ഇഴഞ്ഞിഴഞ്ഞാണ് ബാത്റൂമിൽ പോലും ബ്രദർ സ്വന്തം പ്രാഥമിക ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ഇഴഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ വീണ്ടും ഞങ്ങൾ പോയി. അവിടുന്ന് വീണ്ടും ആ ബുദ്ധിമുട്ടെല്ലാം ഞാൻ വീണ്ടും ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി. അതായത് വീട്ടിൽ ഏഷ്യാറ്റിന്റെ കണക്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കേബിൾ കട്ട് ചെയ്ത് എന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അവർ 2 പീസ് ഞാൻ കട്ട് വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ ഈ ഭവനത്തിന്റെ പണി കഴിഞ്ഞ് ടെറസ് വരെ ആയി നിൽക്കണം, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ടെറസിലേക്ക് എത്തി. ആ സമയത്ത് ഒരു മുറിയുടെ പണി കഴിഞ്ഞു. അതിന്റെ അകത്ത് ഞങ്ങൾ 2 കൊളുത്തുണ്ട്. ആ കൊളുത്ത് 2 ഓരോ കുടുക്കിട്ട് വെച്ച് ഞാൻ പറഞ്ഞു, നിനക്കൊന്നിൽ തൂങ്ങാം, എനിക്ക് ഒന്നിൽ തൂങ്ങാം. ഇതെല്ലാം നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതായി.
ആ സമയത്ത് വൈഫിനെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട വന്നു. അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് ബെഡിലുള്ള ഒരു സഹോദരി യേശു അവരെ വെടിവെച്ച് സാക്ഷ്യം പറയുകയാണ്. ആ സാക്ഷ്യം പറയുമ്പോഴത്തേക്ക് വീട്ടുകാർക്ക് വൈകുന്ന ചേട്ടാ അവരെ യേശുവിനെ വെടിവെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു സുവേരിക്ക് അത് കേൾക്കണ്ട, ഇത് ഹല്ലേലൂയ സ്വതന്ത്രക്കാരന്മാരുടെ പരിപാടിയാണ്. ആ പരിപാടി സഹോദരിയെ വീണ്ടും അഡ്മിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ തന്റെ കൂടെ കിടന്ന ആള് തന്നോട് സുബസിസ്റ്ററിനോട് യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം, യേശു അവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത സാക്ഷ്യവും അതൊക്കെ ഷെയർ ചെയ്തല്ലേ. തുടർന്ന് സഹോദരൻ വന്ന് ബ്രദറിനോട് ഇതേ കാര്യം പറയുകയും, പക്ഷെ ബ്രദർ എന്തായിരുന്നു അതിന് റിപ്ലൈ കൊടുത്തത്? റിപ്ലൈ കൊടുത്താൽ ഞാൻ പറഞ്ഞു ഇത് ഹല്ലേലൂയ സ്വതന്ത്രക്കാരന്മാരുടെ പരിപാടിയാണ്, ഈ പരിപാടി തട്ടിപ്പ് വെട്ടിപ്പോണ്ട് ഈ പണിക്ക് എന്നെ ഈ പണി എനിക്ക് യേശുവിന്റെ ഒരു കാര്യം കേൾക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. എന്റെ മൈൻഡിൽ പോലും അത് ശരിക്കും പറഞ്ഞാൽ തീർന്നിരിക്കുന്ന ഒരു അവസ്ഥയായി. എങ്കിലും ബ്രദറിന് അത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല അല്ലേ? അതെ, പറഞ്ഞോളൂ. അതിനു മുമ്പായിട്ട് വൈഫിന് സൂര്യ സമയത്ത് അപ്പൊ അമ്മയുണ്ട് എന്നെ. അമ്മ പറഞ്ഞു, മക്കളെ നമ്മൾ എവിടെയൊക്കെ എന്തെല്ലാം പരീക്ഷിച്ചിട്ട് ഒരു കാര്യം അതിലൂടെ നിങ്ങളൊന്ന് പോകും, അവിടെ നിന്ന് പോയിട്ട് പോകും, ബാക്കി എല്ലാം നശിച്ചല്ലോ നമ്മുടെ, ഇനി ഒന്നുമില്ല നമുക്ക് പോകാൻ. ആ ഒരു വാക്കിന് ഞങ്ങൾ വില കൊടുത്ത് വൈഫുമായിട്ട് ഞങ്ങൾ മീറ്റിങ്ങിന് വേണ്ടി കടന്നിരുന്നു. അത് ഫ്രൈഡേ മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും എപ്പോഴത്തേക്കും അവിടെ ചെല്ലുന്ന പാട്ടും ഭയങ്കര കൈകടിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അതെനിക്ക് പിടിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഞാൻ വൈഫ് മുന്നിൽ പോയി ഞാൻ ബാക്ക് സ്റ്റേജിലൂടെ ഇരിക്കുകയാണ്. ആ സമയത്ത് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം വൈഫ് ഇറങ്ങിയ ഒരു സന്തോഷം, ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് പറഞ്ഞത്. അപ്പൊ അവരുടെ ആന്റി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആന്റി എന്തൊക്കെ പറഞ്ഞു, അതൊക്കെ ഭയങ്കര സന്തോഷം വന്നു ചേട്ടാ. അതുകൊണ്ട് നമുക്ക് സമ്മാനം എല്ലാ കാര്യങ്ങളും എന്റെ ഹൃദയത്തിൽ യേശു തൊട്ട്. അതുകൊണ്ട് ഞാൻ മീറ്റിംഗ് പോവാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പറഞ്ഞു പൊക്കോ, പക്ഷെ എന്നെ ഈ കാട്ടിൽ വിളിച്ചേക്കരുത്, ഈ കൈകൊട്ടാനും സ്തോത്രം പറയാനും എന്നെ വിളിച്ചേക്കരുത് ഒരിക്കലും. ആദ്യത്തെ മീറ്റിങ്ങിന് സിസ്റ്റർ ആദ്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ പോയത്, പക്ഷെ ബ്രദറിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആദ്യത്തെ മീറ്റിംഗ് ഹെവൻലി ഫീസ്റ്റിന്റെ സ്വർഗീയ വിരുന്നിന്റെ ട്രിവാൻഡ്രത്ത് നടക്കുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച മീറ്റിങ്ങിനാണ് നിങ്ങൾ ആദ്യം പോകുന്നത്. അന്ന് ശുശ്രൂഷിക്കുന്നത് കോട്ടയത്തു നിന്ന് രാജമ്മ സിസ്റ്ററാണ്. ഹെവൻലി ഫീസ്റ്റിന്റെ ഗവർണേഴ്സ് അംഗമായ രാജമ്മേന്റെയാണ് അന്ന് അവിടെ ശുശ്രൂഷിക്കുന്നത്. ആ ശുശ്രൂഷയിൽ സിസ്റ്ററിന് ഉണ്ടായ അനുഭവം ഒരു വാക്കിൽ പറയാമോ? ബ്രദറെ, അന്ന് അവിടെ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ആകെ തകർന്നാ പോകുന്നത്. സമാധാനം ഇല്ല, എനിക്ക് വേദന, പിന്നെ അത് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള്, എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഞാൻ കാണുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാവരും അവിടെ സന്തോഷിച്ച് തുള്ളിച്ചാടുന്നു. പക്ഷെ എനിക്ക് മാത്രം സന്തോഷിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മാത്രം അവിടെ ദുഃഖത്തിന്റെ ഒരു ഇതിൽ വേദന. ഇവരൊക്കെ ഇങ്ങനെ സന്തോഷിക്കുന്നതെന്നാണ് ഞാൻ ആദ്യം കരുതി. പിന്നെ പക്ഷെ ആ മീറ്റിംഗ് തുടങ്ങി, അവിടെ ആന്റി ശുശ്രൂഷിച്ചപ്പോ ആന്റി വിളിച്ചു പറയും, മോളെ നീ ആരുമില്ല, നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല, നിനക്ക് ആരുമില്ല എന്ന് ചിന്തിച്ച് നീ ഇരിക്കുക. നീ ചിന്തിക്കുന്ന നിനക്ക് മരണമല്ലാതെ ആത്മഹത്യ അല്ലാതെ വേറെ ഒരു മാർഗം ഇല്ലാന്ന് നീ ചിന്തിക്കുക. പക്ഷെ നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു നിന്നെ എല്ലാരെക്കാളും ഉപരിയായിട്ട് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും. പക്ഷെ ആ വാക്ക് എന്റെ ഹൃദയത്തിൽ തൊട്ടു. എന്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റം. കാരണം ഞാൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് കരയാതിരുന്നു, ഞാൻ അന്ന് അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അത് കഴിഞ്ഞ് ബ്രദറെ ഞാൻ തിരിച്ചു ഭവനത്തിലേക്ക് എത്തുമ്പോ എനിക്ക് ആ പോയപ്പോ ഉണ്ടായിരുന്ന ഭാരമോ ഒന്നും തന്നെ എന്നിലില്ല. അതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും എന്റെ ജീവിതത്തിൽ വന്നു. അന്ന് രാത്രി ഞാൻ ഒന്നും അറിയാതെ സുഖമായിട്ട് കിടന്നുറങ്ങി. അത് ഒരുപാട് നാളുകൾ കൊണ്ട് നേരെ ഉറങ്ങാതിരുന്ന ഞാൻ അന്നത്തെ ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങി. അത് ഈ കാര്യം ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ, കാരണം ഹസ്ബൻഡിന് മനസ്സിലാവുന്നുണ്ട് എന്റെ മാറ്റം. ഇതൊക്കെ പറഞ്ഞപ്പോ ഹസ്ബൻഡ് അന്ന് അവിടെ കണ്ട കാര്യങ്ങൾ വീട്ടിൽ വന്നിട്ട് അനുകരിച്ച് കളിയാക്കുകയാണ് ചെയ്തത്. എന്തൊക്കെയാ അവിടെ നടന്നത്, ഇതൊക്കെ വെറുതെയാന്ന് പറഞ്ഞു. സിസ്റ്ററിന്റെ അകത്ത് മാറ്റമൊക്കെ ബ്രദറിന് മനസ്സിലായി. എങ്കിലും ബ്രദറിന് അങ്ങോട്ട് സംബീഷ് ബ്രദറിന് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല. താൻ തകർന്നിരിക്കുകയാണ്, കിടക്കുകയാണ്, നടക്കാൻ മേലാത്ത അവസ്ഥ. എങ്കിലും തനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതിന് കാരണമുണ്ട്, ഒരു ആത്മീയ അന്തരീക്ഷത്തിലോ വളർന്നു വന്ന ആളല്ല, കർത്താവിനെ അറിയത്തില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാലും തനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. തുടർന്ന് സഹോദരി, ഞാൻ ചുരുക്കി ഒന്ന് പറയാണ്, തുടർന്ന് സഹോദരി മീറ്റിങ്ങിന് പോകാൻ തുടങ്ങി, റെഗുലറായിട്ട് പോകാൻ തുടങ്ങി. പക്ഷെ ബ്രദർ അത്ര അംഗീകരിച്ചില്ല. പക്ഷെ വീണ്ടും ബ്രദറിന്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോയ സമയത്ത് ഒരു ദിവസം സഹോദരി തന്നെ ഒരു വൈകിട്ടൊരു സംഭവം ഉണ്ടായല്ലോ, അതിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാമോ? ശനിയാഴ്ച സൺഡേ മീറ്റിംഗിന് പോകാൻ വേണ്ടി ശനിയാഴ്ച വൈകുന്നേരം തൊട്ട് എന്നാ ഇങ്ങനെ പറയാൻ നമുക്ക് മീറ്റിങ്ങിന് പോകാം, അവിടെ അത്ഭുതങ്ങളും അടയാളം ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്.
അതുകൊണ്ട് നമുക്ക് ആ മീറ്റിങ്ങിന് പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ശരിയാകത്തില്ല, അത് നിനക്ക് സന്തോഷമുണ്ട് നീ പോക്കെ, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഞായറാഴ്ച നേരം എടുത്തപ്പോ തൊട്ട് വീണ്ടും എന്നെ കിടന്നുകൊണ്ട് ശല്യം ചെയ്തു. അതായത് നമുക്ക് പോകാം, നമുക്ക് യേശു സൗഖ്യമാക്കും, ചേട്ടൻ സൗഖ്യം, നമുക്ക് ഒന്നിനും ഒരു ഭാരം വരത്തില്ല, നമ്മളെ പൂർണ്ണ സൗഖ്യമാക്കി ചേട്ടന് നമ്മളെ കുടുംബം യേശു വീട് സഹോദരിക്ക് സൗഖ്യം ലഭിച്ചിട്ടില്ല, സഹോദരിയുടെ അകത്തൊരു സമാധാനമാണ്, സന്തോഷമാണ് ലഭിച്ചിരിക്കുന്നത്. ബാക്കി പറഞ്ഞത്. അപ്പൊ കുറെ നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യേശു എനിക്ക് കിടന്ന് തലയ്ക്ക് വരെ പെരുപ്പായിട്ട് ഞാൻ അടി വെച്ചുകൊണ്ട് കട്ടിലേക്ക് കിടന്നുകൊണ്ട് ആ അടിക്കുന്ന സമയത്ത് നല്ല അടി അടിച്ചു. എന്നുവെച്ചാൽ അത്ര ആ വീര്യത്തിനെ അടിക്കുന്ന കിടന്നുണ്ട്. അടിച്ച് വേറെ അവിടുന്ന് നേരെ വെളിയിൽ നിന്ന് കരയാൻ തുടങ്ങി. അപ്പൊ ഞായറാഴ്ച ഒരു 10 മണിയൊക്കെ ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് പോകാം, വീട്ടിൽ കരഞ്ഞോണ്ടിരുന്ന പറഞ്ഞു ചേട്ടാ നമുക്ക് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു ശിവേ ശരി, ആ സമാധാനമായിട്ട് ഞാൻ പറഞ്ഞു ശരി പോയേക്കാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവക്കൊരു ആശ്വാസം കിട്ടട്ടെ, ഞാൻ അടിച്ചും പോയി ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് പറയുന്നത്. എനിക്ക് വേണ്ടിയല്ല, അവർക്ക് ഞാൻ പറയുകയാണ് നമുക്ക് പോകാം എന്ന് പറഞ്ഞു. 10:30 ഞാൻ പറഞ്ഞു എന്നെ ഭയങ്കര സ്മെല്ലാണ്, എന്റെ ശരീരം മുഴുവൻ പഴുത്താണ്, കാരണം ഭയങ്കര പഴുപ്പാണ്. ഞാൻ പറഞ്ഞു ഇതിങ്ങനെ കെട്ടി വെച്ച് അനേകം ഞാൻ എങ്ങനെ നിൽക്കും, അതുകൊണ്ട് ശരിയാകും, നമുക്ക് അടുത്ത ഞായറാഴ്ച പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല നമുക്ക് ഈ ഞായറാഴ്ച പോകണമെന്നുണ്ട്, നിർബന്ധം പിടിച്ചു. അതിനാ ആ ഉള്ളിൽ ആ സങ്കടം അടിച്ചുള്ള സങ്കടം കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ, പോയ എന്നെ തുടച്ച് വൃത്തിയാക്കി അടുത്തൊരു ഓട്ടോ വിളിച്ചു. അപ്പൊ ഇവിടെ എല്ലാ ഓട്ടോക്കാരൊന്നും എന്നെ വണ്ടിയെ കയറി, ഈ വണ്ടിക്കകത്ത് കയറി പഴുപ്പും ബ്ലഡും ചാടിക്കൊണ്ടിരിക്കും. ആ ഒരു വണ്ടിയെ മാത്രം എന്നെ കയറ്റത്തുള്ളൂ. അപ്പൊ എന്നെ അങ്ങനെ വിളിച്ചു വരുത്തി, രണ്ടുപേരോട് എന്നെ താങ്ങി എടുത്തു, വണ്ടിയെ കൊണ്ട് കയറ്റി ഹോളിലൂടെ എത്തിച്ച്. ഹോളിനകത്ത് കയറിയപ്പോഴത്തേക്കും വേറെ ജന ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ആ ഹോളിനകത്ത് നിൽക്കുകയാണ്. അപ്പൊ ഏറ്റവും ബാക്ക് സൈഡ് പോയി ചുമലിലാണ് ചായ സ്ഥലമാണ് ഈ കിട്ടുന്നത്. അവിടെ കസേര അങ്ങനെ ഇരിക്കാനുള്ള ഒന്നും കാണില്ല. ഞാൻ ചായ മറ്റുള്ള നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുമെന്നുള്ള ഒരു നീക്കുക എനിക്കുവാണ്. ആ മറ്റുള്ള ഞാൻ എന്നെ കാണിക്കാൻ എനിക്കൊരു മടി. അപ്പോഴത്തെ ഞാൻ പറഞ്ഞു ഞാൻ ചുമരി ചാരി നിൽക്കുക. ചുമരി ചാരി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇടത്തെ കാലിന് കുറച്ച് സ്വാധീനമുണ്ട്. അപ്പൊ ഞാൻ ഇടത്തെ കാല് കുത്തിയിട്ട് ഇടത്തെ കാലം മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. മുകളിൽ കയറ്റി വെച്ചിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് ഒരു സഹോദരൻ, അപ്പൊ രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരൻ വിളിച്ചു പറഞ്ഞു വെരിക്കോസ് വേന ഭാരപ്പെട്ട ഒരു സഹോദരൻ ഏറ്റവും ബാക്കിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ പറയാണ്. അപ്പൊ സഹോദരൻ വിരോധമില്ല, ആ കൈ ഒന്ന് ഉയർത്തുമെന്ന് പറഞ്ഞു. ഞാൻ അനങ്ങാണ്ട് എനിക്ക് വിശ്വാസം ഇല്ല. അപ്പൊ അനങ്ങാൻ അവിടെ നിൽക്കുകയാണ്. അതിന് വീണ്ടും പറഞ്ഞു വെരിക്കോസിനെ ജീവിതം തകർന്ന് തരിപ്പണമായ ഒരു സഹോദരന്റെ ബാക്കിൽ വന്ന് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഒരു വിരോധം സഹോദരനെ കൈയൊന്ന് ഉയർത്തെന്ന് പറഞ്ഞു. മീറ്റിംഗിൽ കർത്താവദാസൻ കോട്ടയം ഡയോസിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന അജൂബറാണ് ശുശ്രൂഷിക്കുന്നത്. അജൂബർ സ്റ്റേജിൽ വിളിച്ചു പറഞ്ഞു പുറകിൽ വേരിക്കോസ് വെയിനാൽ ഭാരപ്പെടുന്ന വ്യക്തി ഏറ്റവും പുറകിലെ ലൈനിലാണ് നിങ്ങൾ ഇരുന്നത്. കാരണം ബ്രദർ പറഞ്ഞ പോലെ കാല് മുഴുവൻ വൃണമായി മണവും വഴുപ്പും ഒഴുകുന്ന ഒരവസ്ഥ, ഒലിക്കുന്ന ഒരവസ്ഥയിൽ തകർന്നിരുന്ന ഈ കുടുംബം. പ്രിയമുള്ളവരെ, ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പറയാം, നിങ്ങൾ ഏത് തകർന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന യേശു, നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുന്ന, ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, രാജൻ എന്ന് പറയുന്ന വ്യക്തി, വേരിക്കോസ് വെയിനാൽ ഭാരപ്പെടുന്ന വ്യക്തി, ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്. നീ ഭാരപ്പെടണ്ട. യേശു നിന്റെ റൂമിന്റെ അകത്ത് നീ ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണോ, ഇപ്പോൾ തന്നെ യേശു നിന്നെ തൊടുകയാണ്. നിന്റെ ശരീരത്തിൽ നീ ഇന്ന് വരെ തിരിച്ചറിയാത്തൊരു രോഗസൗഖ്യം ഇപ്പോൾ തന്നെ ശരീരത്തിന്റെ മുഴുവൻ അവസ്ഥയും മാറുകയാണ്. അവൻ അതുപോലെ തന്നെ ക്യാൻസറാൽ ഭാരപ്പെടുന്ന വ്യക്തിയെ ഒത്തിരി കീമോ ചെയ്തു, ഇനി എങ്ങനെയാണ് മുമ്പോട്ട് ജീവിതം എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, തലമുടി എല്ലാം കൊഴിഞ്ഞുപോയ അവസ്ഥയിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇനിയും പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏറ്റെടുത്താട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടക്കാൻ പോവുക. അന്ന് കർത്താവദാസൻ അജു ബ്രദർ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, പുറകിലിരിക്കുന്ന ഇതുപോലെ തകർന്നിരിക്കുന്ന, പക്ഷെ ബ്രദറിന് അത് ഉൾക്കൊള്ളാനോ ഒന്നും പറ്റിയില്ല. ഇതൊന്നും നീ കൊട്ടേഷൻ ആളെ വെച്ചിരിക്കുകയാണോ അങ്ങനെ കണ്ടൊരു ഭാഗം ചോദിച്ചു. അത് ഞാൻ ഈ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും പറഞ്ഞ എന്റെ സൈഡിലൊന്നും അല്ല സെന്ററിലൊന്നും അല്ല പറഞ്ഞു, ഇതിന്റെ ബാക്കിൽ വന്ന് നിൽക്കുന്നതാണ് പറയുന്നത്, ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന പറയാം. അപ്പൊ എന്റെ വൈഫിനെ ചോദിച്ചു, നീ യുവമാർക്ക് എല്ലാ സൺഡേ വന്ന് കൊട്ടേഷൻ കൊടുത്തിട്ട് പോവാണ് എന്റെ അസുഖം എന്ന് ചോദിച്ചു. ഇത്ര കറക്റ്റായിട്ട് ഈ ബാക്കിൽ നിൽക്കുമെന്ന് വിളിച്ചു പറയാണ്ടെങ്കിൽ കൊട്ടേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ആരെയും സംസാരിക്കുകയാണ് പറയുന്നത്. രണ്ടോ മൂന്നും വിളിച്ചു പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചു പറയാണ്, സഹോദര നിനക്ക് ഇനി ജീവിക്കുമെന്ന് പറഞ്ഞ ആത്മഹത്യയുടെ മുന്നിൽ, ആത്മഹത്യക്ക് നീ ഒരുങ്ങി റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. നിന്റെ കുടുംബത്തോട് നീ ആത്മഹത്യ റെഡിയാണ്, നിനക്ക് ഞാൻ കൈ ഇങ്ങനെ കെട്ടിയാണ് നിൽക്കുന്നത്. ഇത് പറഞ്ഞ് എന്റെ വൈഫ് എന്റെ കൈയെ പിടിച്ച് മേളിൽ പൊക്ക് കൂട്ടി. അത് ഞാൻ എന്റെ വൈഫ് എന്റെ കൈയെ പിടിച്ചു കയറുന്നത്. അപ്പോൾ സഹോദരൻ നിന്നെയാണ് യേശുപ്പൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് വലിയ ഒരു ഹീലിംഗ് നിനക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വിശ്വാസമുള്ള ഒരാൾ എന്റെ കൈ വെക്കാൻ പറഞ്ഞു. ഒരു അങ്കിള് വന്നു, അതെന്റെ അച്ഛനെക്കാളും പ്രായം ഒരു അങ്കിള് വന്ന് എന്റെ പേര് വന്ന് കൈ വെക്കുവാണ്. അപ്പൊ ഒറ്റ ഈ ഒരു കാലിലാണ് നിൽക്കുന്നത്.
വേറെ പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി. അത് മറ്റൊരു അത്ഭുതം വെച്ചാല് ഇത്രയും പേര് എനിക്ക് മുഖമായിട്ട് തിരിഞ്ഞ ഒരു പ്രാർത്ഥിക്കുകയുള്ളൂ, എല്ലാവരും കൈവർത്തി പ്രാർത്ഥിക്കുകയുള്ളൂ. അവിടെയാണ് എന്റെ മനസ്സ് തകർന്നു ഇതായിപ്പോയത്. ഇത്രയും ജനങ്ങൾ എനിക്ക് വേണ്ടി കൈവർത്തി എനിക്ക് എന്നെ മുഖത്തോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നത്. അവിടുന്ന് പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഷോക്ക് അടിക്കുന്ന ഇറത്ത് പോലെ ശരീരത്തേക്ക് വന്നിട്ട് ഒരു അടി അടിച്ചു. കാല് ഷോക്ക് അടിക്കുന്ന അടി അടിച്ചിട്ട് കാല് പെട്ടെന്ന് ഈ കാല് നമ്മൾ തെളിച്ചങ്ങ് മാറി 2 കാലിൽ നിന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് വെച്ചാൽ പ്രാണവേദന. ഞാനവർക്ക് ഇപ്പൊ തന്നെ എന്റെ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചു. അങ്ങനത്തെ വേദന. ഞാൻ പറഞ്ഞു പെട്ടെന്ന് അങ്കിൾ നിന്നെ യേശു സൗഖ്യം വയ്ക്കുന്നു പറഞ്ഞു. ആ പറഞ്ഞ വാക്കിനെതിരെ ഒരു മുട്ടൻ ചീത്ത അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അങ്കിളിനെ. എന്റെ അച്ഛനൊക്കെ പ്രായം അങ്കിളെ ചീത്ത വിളിക്കാൻ പറയുന്നുണ്ട്. അതായത് സംഭവിച്ചതാണ്, പ്രാർത്ഥിച്ച സമയത്ത് ഇദ്ദേഹത്തിന് ഒരു വേദനയാണ് ശരിക്കും വന്നത്. ഭയങ്കര വേദന വന്നു, അടക്കാൻ മേലാത്തൊരു വേദന വന്നു. അപ്പൊ കൂടെ ഇത് പ്രാർത്ഥിച്ച ആളെ വായി വന്ന എല്ലാം പറഞ്ഞതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാല് ഇദ്ദേഹത്തിന്റെ സൗഖ്യത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു. ഇദ്ദേഹം ഓർത്തു ഇദ്ദേഹത്തിന്റെ കാലെല്ലാം തകർന്നു പോയെന്ന് ഓർത്ത്, ആരോ വന്ന് തൊഴിച്ചെന്ന് ഓർത്ത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ സൗഖ്യത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിരുന്നു. കർത്താവ് തന്നെ സൗഖ്യമാക്കാൻ തുടങ്ങി. അന്ന് അവിടെ വെച്ച് തുടർന്ന് അതെല്ലാം എടുത്തു മാറ്റുകയും ബാക്കി കൂടെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ പെട്ടെന്ന് വെളിയിലിറങ്ങി. പഴുപ്പും ബ്ലഡൊക്കെ. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം വാങ്ങിച്ച് കുടിച്ചു. അപ്പൊ ഞങ്ങള് സാക്ഷ്യം എനിക്ക് കേട്ട് പറ്റുന്നില്ല. ഞാൻ നിങ്ങൾ മിണ്ടായിരിക്കാൻ വെളിയിറങ്ങി. ഞാനിപ്പോ ഏകദേശം ഒരു ബെഡ്ഷീറ്റിന്റെ പകുതി വെച്ച പൊതി ഞാൻ കാല് കെട്ടിയിരിക്കുന്നത്. ഞങ്ങൾ വെളിയിൽ പോയി അത് അഴിച്ചു നോക്കുമ്പോഴത്തേക്കും അത് കാല് ഓൾറെഡി ഇല്ല, ഹോളാണ് മൊത്തം. പക്ഷെ അഴിച്ചു നോക്കുമ്പോഴത്തേക്കും ആ പൊതിഞ്ഞിട്ട് തുണി നിറച്ച് പഴുപ്പും ബ്ലഡ് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്റെ കാലിന് ഒരു ബ്ലഡോ പഴുപ്പോ വരുന്നില്ല. അവിടെ ഞങ്ങൾ വീണ്ടും അടുത്തൊരു തുണി കെട്ടി അകത്ത് വീണ്ടും കയറി. അത് പിന്നെ അന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയാൻ ഇല്ല, നിങ്ങൾ 2 കാലം നിൽക്കുന്നില്ല, നിങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു പാട്ടോടെ പാടി ആലോചിച്ചിട്ടുണ്ട്. അതായത് കാലയിലുള്ളത് മുഴുവൻ ശരിക്കും ഈ തുണിയിലോട്ട് ഇറങ്ങി വന്നു അല്ലെ? ഇറങ്ങി വന്നു വീണ്ടും വേറൊരു തുണി. അപ്പൊ ആ സമയത്ത് ബ്ലഡ് വേറെ വരുന്നില്ല. വീണ്ടും വേറെ കെട്ടി അകത്തേക്ക് കയറി വരുമ്പോ അകത്ത് നിൽക്കുന്നവർ നോക്കുമ്പോൾ ഇദ്ദേഹം കണ്ട നടന്നു വരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങോട്ട് എടുത്തോണ്ട് വന്ന ആളാ. ഈ മീറ്റിങ്ങിന് ഇദ്ദേഹത്തെ ഓട്ടോയെ വന്ന് എടുത്തോണ്ട് കൊണ്ടുവന്ന് ഇരുത്തിയ ആള് കാലെ വേറെ പുതിയൊക്കെ തുണിയൊക്കെ കെട്ടി നടന്നു വരുന്നത് കണ്ടപ്പം അവിടെ നിന്നവര് പറഞ്ഞു ഓടിച്ചെന്ന് സ്റ്റേജിൽ കയറി സാക്ഷ്യം പറയാൻ. അങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വീണ്ടും അങ്ങോട്ട് ഞാനൊന്നും സൗഖ്യമായിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ സൗഖ്യം തുടങ്ങി കഴിഞ്ഞിരിക്കുക. അവിടെ മുഴുവൻ സൗഖ്യമായി നടന്നിരിക്കുക. ഇദ്ദേഹം തുടർന്ന് ഒരു പാട്ട് കേട്ട സമയത്ത് പറഞ്ഞിട്ട് നീങ്ങിപ്പോയ എന്റെ ഭാരങ്ങൾ മാറിപ്പോയി നിന്റെ ശാപങ്ങൾ എന്നുള്ള പാട്ടാണ് അത്. ആ പാട്ട് എന്റെ ഹൃദയത്തെ തൊട്ട്. ആ പാട്ട് തൊട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ചു, 2 സ്റ്റെപ്പ് വെച്ചു, 3 സ്റ്റെപ്പ് വെച്ചു, 4 അത് വേച്ചു വെച്ച് നടക്കുന്നത്. 4ാമത്തെ സ്റ്റെപ്പ് ഞാൻ അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ശക്തി എന്നെ കഴിച്ചു. ഞാൻ ഓടി പിന്നെ സ്റ്റേജിലേക്ക് പോകുന്നു. അപ്പൊ എന്റെ കാലിനെ താഴ്ന്നു എനിക്ക് ചിന്ത പിന്നെ മനസ്സിലായിരുന്നു. ഓടി സ്റ്റേജിലേക്ക് പോകുന്നു. അവിടെ പോയി സാക്ഷ്യം പറഞ്ഞ് കഴിഞ്ഞ് വെളി വന്ന ശേഷം ഞാൻ പറഞ്ഞു അപ്പോഴേക്ക് എന്റെ പൂർണ്ണ സൗഖ്യമൊക്കെ എനിക്ക് ഉറപ്പൊന്നും വരുന്നില്ല. ഞങ്ങളങ്ങനെ മ്യൂസിയത്തിനകത്ത് ഗ്രൗണ്ടൊക്കെ നടന്ന് അവിടുന്ന് അപ്പൊ വീട്ടിൽ പോകാന്ന് പറഞ്ഞില്ല. ഞാൻ വീട്ടിലേക്ക് ഞാൻ പതുക്കെ പോകാന്ന് പറഞ്ഞു. എന്റെ കാല് നോക്കട്ടെ, യേശു എന്നെ വിളിച്ചെന്ന് എന്റെ കാല് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് എന്റെ ബസ് ഇറങ്ങിയിട്ട് എന്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട് നടന്നു വരുന്നത്. അങ്ങോട്ട് ഓട്ടോ എടുത്തുകൊണ്ട് പോയിരുന്ന ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ബസ്സിൽ നടന്നാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴും കാലിനകത്തൊന്നും ഇല്ല, ദശയോ അങ്ങനെ ഒരു കാര്യം എന്റെ കാലിനകത്തില്ല. പക്ഷെ അവിടുന്ന് വീട്ടിൽ വേറെ എല്ലാ ഞാൻ അത് മെഡിക്കൽ സയൻസ് മുന്നേ എന്റെ മുന്നിൽ കാല് മുറിക്കാവുന്നുള്ളൂ. പക്ഷെ കാല് ഞാൻ നടന്ന് എന്റെ വീട്ടിൽ വന്നു. അതുകൊണ്ട് ആ വിശ്വാസം ഞാൻ മുറിയെ പിടിച്ചുകൊണ്ട് എന്റെ മെഡിസിനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നീട് വൃത്തിയായിട്ട് തുടക്കുകയൊക്കെ ചെയ്യും. വേറെ അത്ഭുതം എന്ന് പറയട്ടെ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും കാലാതെ ദശ വളർന്നിറങ്ങാൻ തുടങ്ങി. അത്ഭുതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞങ്ങളെ കേൾക്കുന്നവരോട് പറയാം, ഓട്ടോയിൽ എടുത്തോണ്ട് പോയ ആള് ഏകദേശം 3-4 കിലോമീറ്റർ ദൂരം മീറ്റിംഗ് കഴിഞ്ഞ് നടന്ന് ഒരു ഗ്രൗണ്ടിന് ചുറ്റും 3-4 പ്രാവശ്യം നടന്ന് കർത്താവിനെ താൻ ചലഞ്ച് ചെയ്തു. കർത്താവ് ഇത് ശരിയാണെങ്കിൽ എനിക്ക് ശരിക്കും അറിയണം. ഇന്നെ കേൾക്കുന്ന മുഴുവൻ വ്യക്തിയോടും പറയാം, നിങ്ങൾ ഭാരപ്പെട്ടിരിക്കേണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, നിങ്ങളെ യേശു സൗഖ്യമാക്കും, യേശു സൗഖ്യമാക്കും. ഇദ്ദേഹം ചലഞ്ച് ചെയ്ത് കർത്താവിനെ എന്ത് ചെയ്തു? വെല്ലുവിളിച്ചു. കർത്താവ് ഇത് ശരിയാണെങ്കിൽ എനിക്ക് ഇദ്ദേഹം നടന്ന് വീട്ടിൽ പോയി. തൊലിയില്ല, കാലയിൽ ഒന്നുമില്ല, പക്ഷെ നടന്നുപോയി. പക്ഷെ കർത്താവ് സൃഷ്ടിക്കാൻ തുടങ്ങി. ആമേൻ. ഇന്ന് 9 വർഷമായിട്ട്
ഒരു കുഴപ്പവുമില്ലാതെ തന്നെ കർത്താവ് പൂർണ്ണ സൗഖ്യത്തോടെ താൻ വീട്ടിൽ ചെന്ന് തന്റെ ഗുളികകളെല്ലാം എടുത്ത് കളഞ്ഞു. ഒന്നും അറിയത്തില്ല, പക്ഷെ എല്ലാം അങ്ങ് ചെയ്യുക, കർത്താവിനെ അങ്ങ് വെല്ലുവിളിച്ച് ചെയ്യുക. കർത്താവെ ധൈര്യം ഉണ്ടായി ഇത് ചെയ്യുന്ന പറയുന്ന രീതിയിൽ കർത്താവിനോട് സംസാരിച്ച് താൻ ഓരോ അത്ഭുതങ്ങളെ പിടിച്ചെടുത്തു. തുടർന്ന് പ്രിയമുള്ളവരെ, ഒരു കുടുംബമായി മീറ്റിങ്ങിന് ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. ആ സമയത്ത് സഹോദരിക്ക് ശരീരത്തൊരു വേദന വന്ന് സഹോദരി ഓർത്തു ത്രോട്ട് ക്യാൻസറിന്റെ ഭാഗമായിട്ട് വന്നതാണെന്ന്. അതിനുശേഷം സഹോദരി അത് ചെക്ക് ചെയ്യാൻ പോയി. അതിനെക്കുറിച്ചും കൂടെ സിസ്റ്റർ പറഞ്ഞാൽ. വീണ്ടും എനിക്ക് പെയിൻ വന്നായിരുന്നു. അപ്പൊ നേരത്തെ വന്നത് കൊണ്ട് ആ ഫുഡ് കഴിക്കാനൊക്കെ ഒരു പ്രയാസമുണ്ട്. അത് നേരത്തെ ഇങ്ങനെ ഒരു പെയിൻ വന്നത് കൊണ്ട് അതായിരിക്കും, കാരണം ഒരിക്കൽ വന്നവർക്ക് വീണ്ടും വരും എന്നുള്ളതെല്ലാം കേട്ടിട്ടുള്ളത് കൊണ്ട് അത് തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ഉദ്ദേശം, ആ ഒരു വിശ്വാസം. എന്നിട്ടും ഇല്ല, എന്റെ യേശു സൗഖ്യമാക്കും എന്നുള്ള ഒരു ഇതിന് അവിടെ പോയി RCC തന്നെ പോയി. RCC പോയി അവരെല്ലാം ചെക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോ അത് സാധാരണ ഒരു വേദനയായിരുന്നു. അത് എന്റെ യേശു ക്യാൻസർ എന്ന ആ രോഗത്തെ വേരോടെ എന്റെ ശരീരത്തിൽ നിന്ന് പിഴുതു മാറ്റി കളഞ്ഞു. കാരണം എന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഒട്ടുമേ ഇല്ലാതെ പൂർണ്ണ സൗഖ്യമാക്കി എന്റെ യേശു. അത് മാത്രമല്ല, ആ സമയത്ത് സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പൊ എനിക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹമില്ല. ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് എനിക്ക് പൊടിയടിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു അലർജി വരുന്ന രീതിയിലുള്ള ഒന്നും തന്നെ എനിക്ക് വരാൻ പറ്റില്ല. ആ ഒരു ഇതിലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ എനിക്കൊരു ജോലി കിട്ടിയത് റേഷൻ കടയിൽ നിന്ന്. റേഷൻ കടയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മുഴുവൻ പൊടി. ആ പൊടിക്കകത്താ ജോലി ചെയ്യുന്നത്. ഇന്നും അവിടെയാ ജോലി ചെയ്യുന്നത്. എന്റെ യേശുപ്പ ഇന്നും എന്നെ അവിടെ ഒരു കുഴപ്പമില്ലാതെ എല്ലാ രീതിയിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കരുതുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെയാണ് റേഷൻ കട നടത്തുന്നത്. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടെ റേഷൻ കട നടത്തുകയും കർത്താവ് ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മ പ്രിയമുള്ളവരെ തീർന്നു എന്ന് ലോകം വിധിയെഴുതി. നിങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്തു. കർത്താവ് എത്ര വലിയൊരു അത്ഭുതമാണ് കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത്. ഈ സമയത്ത് മൈക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകര് നിങ്ങൾക്ക് വേണ്ടി സമീശ്വറും സിസ്റ്ററും കൂടെ പ്രാർത്ഥിക്കാൻ പോവുക. ഒരു വാക്കിൽ, ചുരുങ്ങിയ വാക്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥയാണോ? ഇന്ന് സമീശ്വർ എന്ന് പറഞ്ഞാല് അവർക്ക് കർത്താവ് എവിടെ വീട് പണിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞോ, അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വീട്, ഇന്ന് ആ വീട്ടിൽ അവരായിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് കർത്താവിനുള്ള സ്നേഹത്തിൽ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ രാവിലെ 6:30 തന്നെ ഹോളിൽ വന്ന് ആ ഹോളിലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുകയും എന്തിലും വളരെ ഉത്സാഹത്തോടെ നമുക്കവിടെ സ്റ്റേജിന്റെ കാര്യങ്ങളും മറ്റുള്ള എല്ലാം വളരെ ഉത്സാഹത്തോടെ ചെയ്യുന്ന ഒരു സഹോദരനാണ്. ഇന്ന് നോക്കിക്കേ, ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഒരു കുടുംബമാണ് ഇവരുടെ ജീവിതത്തിൽ കർത്താവ് വലിയ നന്മയല്ലേ ചെയ്തത്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്നവരോട് പറയാം, നിങ്ങൾ ഏത് പ്രയാസത്തിലാണെങ്കിൽ, നിങ്ങൾ ഏത് ഭാരത്തിലാണ്, ഈ മീറ്റിംഗ് നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഇന്ന് പ്രഭാതത്തിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഈ യേശു സൗഖ്യമാക്കിയ ഈ ഒരു സാക്ഷ്യമാണ്. നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഇപ്പോൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ട്രിവാൻഡ്രത്തൊന്ന് ജോയിൻ ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സമീഷ്വറെ, ഈ സമയത്ത് അനേകർ ഇതുപോലെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങൾ രണ്ടുപേരും തകർന്ന അവസ്ഥയിലായിരുന്നു. ശരീരം മുഴുവൻ വ്രണം വന്ന് നാറ്റം വെച്ച അവസ്ഥയിൽ യേശുവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ യേശു നിങ്ങളെ സൗഖ്യമാക്കി. അതിനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ പിതാവെ, ഞങ്ങൾ ഒരു മനസ്സിനെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അനേകര് പല ഭാരത്തിലാണല്ലോ അപ്പ ഇരിക്കുന്നത്. അപ്പൊ അവരെല്ലാം പൂർണ്ണമായിട്ട് എന്റെ അപ്പം തൊട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ മേലെ അപ്പന്റെ ആ വലിയ അനുഗ്രഹം യേശുപ്പ അങ്ങ് ഏറ്റവും ബെസ്റ്റ് ജീവിതത്തിൽ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ജീവിതത്തിൽ അതേ അപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം ചെയ്യുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ തന്നെ ഞങ്ങൾക്ക് പല രോഗങ്ങളെ വെരിക്കോസിനെ ഭാരപ്പെട്ട സഹോദരി കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണോ എന്ന് ചിന്തിച്ചുള്ള സഹോദരി അവിടെ ഇരിക്കുന്നത്. അവരുടെ മുട്ടിന്റെ ബാക്കിൽ ആ മടക്കിന്റെ അവിടെ ആയിട്ട് വേൻ പിടച്ച് കിടക്കുകയാണ്. അവർക്ക് മുട്ട് മടക്കി ഇരിക്കാൻ പോലും സാധിക്കുന്നില്ല. അവർ പറയുകയാണ്, യേശുവേ ഇത് ചെയ്തിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ ഒന്ന് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചില്ല. ഞങ്ങളൊന്ന് പറയട്ടെ, ഞങ്ങൾക്ക് ഒരു മനുഷ്യരെ പറയാൻ പറ്റും. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് യേശുവെ എന്ന് വിളിച്ച് എന്റെ അപ്പ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പന്റെ മഹത്വം ആ ഭവനത്തിന് മേൽ വ്യാപരിക്കുക തന്നെ ചെയ്യും. ഏത് ഭാരത്തിലാണ് ഇരിക്കുന്നത് ആ ഭാരം എല്ലാം അപ്പനെടുത്ത് മാറ്റി, കടഭാരത്തിലാണെങ്കിലും അപ്പനെടുത്ത് മാറ്റി. ഞങ്ങൾക്ക് ഉറപ്പാണ് യേശുപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തെങ്കിൽ ഞങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ അപ്പൻ അത്ഭുതം ചെയ്യുന്ന ഏറ്റവും മതിയായം തന്നെയാണ്. ആ മഹത്വത്തിന്റെ ധനത്തിനൊത്തണം തന്നെ അപ്പൻ എല്ലാം ചെയ്യത്തുള്ളൂ. സകലം യേശുപ്പയുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.